ഇതിപ്പോൾ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു നീക്കം നടത്തി തൽക്കാലത്തേക്ക് CPI ഒന്ന് അവരുടെ ഒരു പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അതൃപ്തി ഒന്ന് അത്യാവശ്യം ഒന്ന് ഒതുക്കി തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ CPI പറഞ്ഞ ഇടത്തേക്ക് സർക്കാരിനെ കൊണ്ടുവരാൻ സാധിച്ചത് അവരുടെ വിജയമായി നമുക്ക് പ്രത്യക്ഷത്തിൽ വിലയിരുത്താനും സാധിക്കും. ഇവിടെ വളരെ ടാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഒരു നീക്കം നമ്മൾ കാണേണ്ടത് ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനങ്ങളാണ്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൂട്ടിക്കൊണ്ടുള്ള തീരുമാനം അത് നവംബർ 1 കൂടി വരും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട വാർത്തകളായി അത് ചിലയിടങ്ങളിലൊക്കെ വരികയും ചെയ്തതാണ്. ആ പ്രഖ്യാപനം ഇന്ന് നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ അവിടെയാണ് പിണറായി വിജയന്റെ ഒരു ബുദ്ധികൂർമ്മത നമ്മൾ കാണേണ്ടത്. അതായത് PM ശ്രീയെക്കുറിച്ച് ചർച്ച നടത്തി PM ശ്രീയെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കും, അതിനായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടെന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ, അതായത് മുഖ്യമന്ത്രി PM ശ്രീയിൽ വിശദീകരണം നടത്തിയതിനു ശേഷം ബാക്കി പറയാം എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം ഈ ചർച്ചയ്ക്ക് ശേഷം പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്? ആ വാർത്താ സമ്മേളനം മുഴുവൻ നമ്മൾ തത്സമയം കൊടുത്തതാണ്, കണ്ടതാണ്. അദ്ദേഹം തുടങ്ങിയത് PM ശ്രീയിലാണോ? അല്ല. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞേ അല്ല വാർത്താ സമ്മേളനം തുടങ്ങിയത്. അദ്ദേഹം തുടങ്ങിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചാണ്, SIR-നെ കുറിച്ചാണ്. SIR കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പക്ഷേ പട്ടികയിൽ കേരളവും വന്നിരിക്കുകയാണ്. നമ്മൾ അതിനെ തുറന്നെതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും അതിൽ തന്നെ നിന്നിട്ടുണ്ടാകണം. കാരണം ആദ്യ ഭാഗം മുഴുവൻ, ആ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചാണ്. അതിനുശേഷം പുതിയ തസ്തികകളെക്കുറിച്ച് പറഞ്ഞു. പുതിയ തസ്തികകളെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം കൂട്ടിക്കലിലുണ്ടായ പ്രളയത്തിൽ ഉള്ളവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം PM ശ്രീയിലേക്ക് വരുമ്പോൾ PM ശ്രീയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എണ്ണി നോക്കൂ, 10 വാചകങ്ങളിൽ താഴെ പറഞ്ഞിട്ടുള്ളൂ. PM ശ്രീയെക്കുറിച്ച് അത്രയേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ PM ശ്രീയിൽ LDF-ൽ തന്നെ ഒരു ധാരണയിലേക്ക് എത്തി CPI-യുമായി നടത്തിയ ചർച്ചയിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു വിഷയങ്ങളിലാണ് കൂടുതൽ സമയം സംസാരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.